വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആദ്യം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ ക്ലാസ്സിലേക്ക് വരിക. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. In the first part of this chapter, we already discussed this essay was written by Max Beerbohm, and he said that walking is not a good thing. And also he added that he never gone out for a walk, but he has been taken out for walks. The main objection of Max Beerbohm to walk is he thinks the brain never function properly when he go out for a walking. Then he describes this idea with an experience. When he go out for a walk with his friend, he reads old inscriptions that he sees. From this incident, he thinks that his friend is mentally wrecked and his brain stops its working when he go out for a walking. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാക്സ് ബീബോമിൻ്റെ എസ്സേ ആണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. ഇതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരിക്കലും നടക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാറില്ല, പക്ഷേ പലപ്പോഴും മറ്റുള്ളവർ അദ്ദേഹത്തെ നടക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം നടത്തത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ഫങ്ഷന് നല്ല രീതിയിൽ നടക്കുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം ഒരു എക്സ്പീരിയൻസ് പറയാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് അദ്ദേഹത്തെ നടക്കാൻ കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഒരു ടോക്കറ്റീവ് പേഴ്സൺ ആണ്, നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ആദ്യം സംസാരിച്ചു, പിന്നീട് കാണുന്ന എല്ലാ ബോർഡും നരേറ്റർക്ക് വായിച്ചു കൊടുക്കുകയാണ്, ഓദറിന് വായിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് എന്താ, ഫ്രണ്ട് മെൻ്റലി റെക്കാണ്, മാനസികമായിട്ട് ആകെ തകർന്നിട്ടുണ്ട്, നടക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബ്രെയിന് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ഫ്രണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നാണ് മാക്സ് ബീബോം ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് പാർട്ട് നോക്കാം. ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. Lenjen at AS, however, salves him and floats him in full sail. Behold him once more the life and soul of the party. Surely he will never, after the bitter lesson of this morning, go out for another walk. An hour later, I see him striding forth with a new companion. I watch him out of sight. I know what he is saying. He is saying that I am rather a dull man to go out for a walk with. He will presently add that I am one of the dullest men he ever went for a walk with. Then he will devote himself to reading out the inscription. ഓക്കെ, ലിസൺ. ഈ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ലഞ്ചൻ അറ്റ് ദ AS എന്ന് അദ്ദേഹം ഫുഡൊക്കെ കഴിച്ചു. ഹവർ സാൽസ് ഹിം ആൻഡ് ഫ്ലോട്ട്സ് ഹിം ഇൻ ഫുൾ സെയിൽ. അത് അദ്ദേഹത്തെ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ പിറകോട്ട് കൊണ്ടുപോയി. ബിഹോൾഡ് ഹിം ഓൺസ് മോർ ദ ലൈഫ് ആൻഡ് സോൾ ഓഫ് ദ പാർട്ടി. പാർട്ടിയുടെ ജീവനും ആത്മാവുമൊക്കെ ആയി അദ്ദേഹം മാറിയ പോലെ നരേറ്റർക്ക് തോന്നുന്നു. ഷുവർലി ഹി വിൽ നെവർ ആഫ്റ്റർ ദ ബിറ്റർ ലെസൺ ഓഫ് ദിസ് മോർണിംഗ് ഗോ ഔട്ട് ഫോർ അനദർ വാക്ക്. അപ്പോൾ നരേറ്റർ ചിന്തിക്കുകയാണ്, ഓദർ ചിന്തിക്കുകയാണ്, ഇന്നത്തെ യാത്ര, അതായത് ഓദറിൻ്റെ കൂടെ അദ്ദേഹം നടന്നത്, ഫ്രണ്ടിന് ഒരിക്കലും എൻജോയ്മെൻറ്റ് നൽകിയിട്ടുണ്ടാവില്ല. അതൊരു ബിറ്റർ യാത്രയായിരുന്നു, അല്ലേ? ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, എൻജോയ്മെൻ്റ് ഇല്ലാത്തൊരു യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു ശേഷം അയാൾ ഒരാളെയും ഇനി നടക്കാൻ ക്ഷണിക്കില്ല. ശ്രദ്ധിക്കുക, ഓദർ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഫ്രണ്ട് വന്നിട്ട് നടക്കാൻ കൊണ്ടുപോയത്. പക്ഷേ ആ ഫ്രണ്ടിന് ഒരിക്കലും എൻജോയ്മെൻറ്റ് കൊടുക്കാൻ ഓദറിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി അയാൾ ഇതുപോലെ നടക്കാൻ കൊണ്ടുപോവില്ല എന്നാണ് ഓദർ വിചാരിക്കുക. ബട്ട് ആൻ അവർ ലേറ്റർ ഐ സീ ഹിം സ്ട്രൈഡിങ് ഫോർത്ത് വിത്ത് എ ന്യൂ കമ്പാനിയൻ. പക്ഷേ ഓദർ പുറത്തേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും പുതിയ ഒരാളെയും കൂട്ടി നടക്കാൻ പോവാണ്. ഐ വാച്ച് ഹിം ഔട്ട് ഓഫ് സൈറ്റ്. നരേറ്റർ അദ്ദേഹത്തെ തന്നെ വാച്ച് ചെയ്യുന്നു. ഐ നോ വാട്ട് ഹീ ഈസ് സെയിങ്. അദ്ദേഹം എന്താണ് പറയുന്നത്, കൂടെയുള്ള ആളോട് എന്താണ് പറയുന്നത് എന്നൊക്കെ ഓദറിന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹീ ഈസ് സെയിങ് ദാറ്റ് ഐ ആം എ റാദർ ഡൾ മാൻ ടു ഗോ ഔട്ട് ഫോർ എ വാക്ക് വിത്ത്. അദ്ദേഹം എന്തായിരിക്കും പറയുക? നരേറ്റർ, നമ്മുടെ ഓദർ നടക്കാൻ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാളാണ്, വളരെ ഡള്ളിഷ് ആയിട്ടുള്ള ഒരാളാണ്. ഹി വിൽ പ്രസൻ്റ്ലി ആഡ് ദാറ്റ് ഐ ആം വൺ ഓഫ് ദ ഡള്ളസ്റ്റ് മെൻ ഹി എവർ വെൻ ഫോർ എ വാക്ക് വിത്ത്. നടക്കാൻ കൊണ്ടുപോയതിൽ ഏറ്റവും ഡള്ളായിട്ടുള്ള ആളാണ് ഓദർ എന്ന് പിന്നീട് പറയും. ദെൻ ഹി വിൽ ഡിവോട്ട് ഹിംസെൽഫ് ടു റീഡിങ് ഔട്ട് ഓഫ് ദി ഇൻസ്ക്രിപ്ഷൻ. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ കാണുന്ന എല്ലാ ബോർഡും കൂടെയുള്ള ആൾക്ക് വായിച്ചു കൊടുക്കും. ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. ഹൗ കംസ് ഇറ്റ് ദിസ് ഇമ്മീഡിയറ്റ് ഡിറ്റോറിയേഷൻ ഇൻ ദോസ് ഹൂ ഗോ വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്. അപ്പോൾ നരേറ്റർ ചോദിക്കുക, എന്തായിരിക്കും ഈ നടക്കാൻ പോകുന്ന ആളുകളുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു അധപ്പതനം സംഭവിക്കാനുള്ള കാരണം? ജസ്റ്റ് വാട്ട് ഹാപ്പൻസ്, എന്തായിരിക്കും അവരുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്? ഐ ടേക്ക് ഇറ്റ് ദാറ്റ് നോട്ട് ബൈ ഹിസ് റീസണിങ് ഫാക്കൽറ്റീസ് ഈസ് എ മാൻ ഏർജ്ഡ് ടു ദീസ് എൻ്റർപ്രൈസ്.
ദെൻ നരേറ്റർ ചിന്തിക്കുകയാണ്, ഒരിക്കലും ഒരാളുടെ യുക്തി ചിന്തയിൽ അയാൾ വെറുതെ നടക്കാൻ പോവില്ല എന്നാണ് ഓദർ പറയുന്നത്. ഹീ ഈസ് സർജ്ഡ് എവിഡൻ്റ്ലി ബൈ സംതിങ് ഹിം ദാറ്റ് ട്രാൻസെൻഡ്സ് റീസൺ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യുക്തിയെ മറികടക്കുന്ന എന്തോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവും. ബൈ ഹിസ് സോൾ, അതെന്താവും? അദ്ദേഹത്തിൻ്റെ ആത്മാവാവും. ഐ പ്രസ്യൂം മീൻസ് ഐ ഇമാജിൻ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഓദർ പറയാണ്, യുക്തിബോധമുള്ള ഒരാളും നടക്കാൻ വേണ്ടി നടക്കാൻ പോവില്ല. അപ്പോൾ ഇങ്ങനെ നടക്കാൻ പോകുന്ന ആളുകളുടെ മൈൻഡിൽ എന്താവും? യുക്തിയെ മറികടക്കുന്ന എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടാവും. അതെന്താവും? അവരുടെ സോളാവും, അവരുടെ ആത്മാവാവും എന്നാണ് ഓദർ ഇമാജിൻ ചെയ്യുന്നത്. യെസ്, ഇറ്റ് മസ്റ്റ് ബി ദ സോൾ ദാറ്റ് റാപ്സ് ഔട്ട് ക്വിക്ക് മാർച്ച് ടു ദ ബോഡി. അപ്പോൾ നരേറ്റർ പറയണേ, യെസ്, അവരുടെ സോളാവും, അവരുടെ ആത്മാവാവും അവരുടെ ശരീരത്തിനോട് ക്വിക്ക് മാർച്ച്, പെട്ടെന്ന് നടക്കാൻ പോവാം എന്നൊക്കെ പറയുന്നത് അവരുടെ സോളാവും. ഹാൾട്ട് സ്റ്റാൻഡിറ്റീസ് interposes the brain, and to what destination it surely asks the soul, and on what errand are you sending the body. അപ്പോൾ ഓദർ ചിന്തിക്കുകയാണ്, ഈ സമയത്ത് അവരുടെ ബ്രെയിൻ അവരോട് ചോദിക്കും. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് പറയുന്നത്? നടക്കാൻ വേണ്ടി നടക്കാൻ പോകുന്ന ആളുകളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് നേരത്തെ ഓദർ പറഞ്ഞു. അതുതന്നെയാണ് അദ്ദേഹം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇങ്ങനെ നടക്കാൻ പോകുന്ന ആളുകളുടെ ശരീരത്തോട് നടക്കാൻ പറയുന്നത് അവരുടെ ബ്രെയിൻ അല്ല, പകരം സോളാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ശരീരം നടക്കാൻ തുടങ്ങുമ്പോൾ ബ്രെയിന് ചോദിക്കും സോളിനോട്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ ബോഡിയെ കൊണ്ടുപോകുന്നത്, ശരീരത്തെ കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാണ് എന്ന് പറയൂ എന്ന് സോളിനോട് ബ്രെയിന് ചോദിക്കും. ആ സമയത്ത് സോൾ എന്താ റിപ്ലൈ പറയാ? ഓൺ നോ എറൻഡ് വാട്ട്സ് ഓവർ. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, ജസ്റ്റ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ദ സോൾ മേക്സ് ആൻസർ. സോള് ബ്രെയിനിന് റിപ്ലൈ കൊടുക്കും. ആൻഡ് ടു നോ ഡെസ്റ്റിനേഷൻ അറ്റ് ആൾ. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. കാരണം നടക്കാൻ പോകുമ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് ലക്ഷ്യത്തിലേക്കല്ല നമ്മൾ പോകുന്നത്, വെറുതെ നടക്കാൻ ഒരു എക്സസൈസ് ആയിട്ടാണ് പോകുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യു ടു ബി ഓൾവേസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ സം സബ്ടൈൽ അൾട്ടീരിയർ മോട്ടീവ്. ആളുകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും അപ്പുറമുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. ദ ബോഡി ഈസ് ഗോയിങ് ഔട്ട് ബിക്കോസ് ദ മിയർ ഫാക്ട് ഓഫ് ഇറ്റ് ഇസ് ഡൂയിങ് സോ ഈസ് എ ഷുവർ ഇൻഡിക്കേഷൻ ഓഫ് നൊബിലിറ്റി, പ്രോബിറ്റി ആൻഡ് റെഗ്ഡ് ഗ്രാൻഡർ ഓഫ് ക്യാരക്ടർ. അപ്പോൾ സോളാണ് ശരീരത്തോട് എന്ത് പറയുന്നത്? നടക്കാൻ വേണ്ടി പോവാൻ പറയുന്നത്. അപ്പോൾ ബോഡി അത് അനുസരിക്കാനുള്ള കാരണം എന്താ? ബോഡി വിചാരിക്കുന്നത് ഇതൊരു നൊബിലിറ്റി, പ്രോബിറ്റിയാണ്. ദാറ്റ് മീൻസ് ഒരു മികച്ച കാര്യമാണ് നടക്കാൻ പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ബോഡി സോള് പറയുമ്പോൾ നടക്കാൻ വേണ്ടി പുറത്തു പോകുന്നത്. വെരി വെൽ വാഗുള, ഹാവ് യുവർ ഓൺ വയല, ബട്ട് ഐ സേസ് ദ ബ്രെയിൻ ഫ്ലാറ്റ്ലി റെഫ്യൂസ് ടു ബി മിക്സഡ് അപ്പ് ഇൻ ദിസ് ടൂം ഫോളറി. ബട്ട് ഈ സമയത്ത് സോള് പറയുന്നത് കേട്ടിട്ട് ബോഡി നടക്കാൻ പോകുമ്പോൾ ബ്രെയിൻ എന്താണ് പറയുന്നത്? ഈ ഒരു ടോം ഫൂളറിൽ, ഈ ഒരു ഫൂളിഷ്നെസ്സിൽ ഞാനില്ല, നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഞാൻ എന്ത് ചെയ്യാണ്? ഐ ഷാൽ ഗോ ടു സ്ലീപ്പ് ടിൽ ഇറ്റ് ഈസ് ഓവർ. നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നവരെ, അതായത് നടന്ന് വീട്ടിലെത്തുന്നവരെ ബ്രെയിൻ എന്ത് ചെയ്യാണ്? ഉറക്കത്തിലേക്ക് പോവുകയാണ്. ഐ ഷാൽ ഗോ ടു സ്ലീപ്പ് ടിൽ ഇറ്റ് ഈസ് ഓവർ. ദ ബ്രെയിൻ ദെൻ wraps itself up in its own convulsions and falls into a dreamless slumber from which nothing can rouse it till the body has been safely deposited indoors again. അപ്പോൾ നരേറ്റർ പറയണ, ഓദർ പറയണ എന്താ? ബ്രെയിന് ബോഡിയോട് പറയും എന്താ? ഈ ഒരു മണ്ടത്തരത്തിൽ, അതായത് പ്രത്യേക ലക്ഷ്യമൊന്നുമില്ലാതെ വെറുതെ നടക്കാൻ പോകുന്ന ഈ ഒരു ഫൂളിഷ്നെസ്സിൽ ഞാനില്ല. ശരീരം തിരിച്ച് വീട്ടിലെത്തുന്നവരെ ഇനി എന്തിലായിരിക്കും? ഒരു സ്ലംബർ, ഒരു സ്ലീപ്പിലായിരിക്കും, ഡ്രീംലെസ് സ്ലീപ്പിലായിരിക്കും ബ്രെയിൻ എന്താണ് പറയുന്നത്. അപ്പോൾ ഓർക്കുക, നേരത്തെ ഓദർ പറഞ്ഞ പോയിന്റിലേക്ക് എത്തിച്ചു. ഇതാണ് നമ്മുടെ ബ്രെയിന് നടക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാത്തത് എന്നാണ് ഓദർ പറയുന്നത്. കാരണം ഒരു പ്രത്യേക ലക്ഷ്യമില്ലാത്തതുകൊണ്ട് ബ്രെയിൻ ഒരിക്കലും അതിൽ ഇടപെടില്ല. നമ്മുടെ സോള് പറയുന്നത് കേട്ടിട്ടാണ് ബോഡി നടക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് ഓദർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യൂല. ഇറ്റ് ഈസ് ഇൻ എ സ്ലീപ്പ്, അതൊരു ഉറക്കത്തിലായിരിക്കുമെന്നും ഓദർ പറയുന്നു. ദെൻ ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. Even if you go to some definite place for some definite purpose, the brain would rather you to take a vehicle. ഇവിടെ ഓദർ എന്താ പറയുന്നത്? നിങ്ങളൊരു ഡെഫിനിറ്റ് പ്ലേസ്, ഒരു കൃത്യമായ സ്ഥലത്തേക്ക് കൃത്യമായ ലക്ഷ്യത്തിനാണ് പോകുന്നതെങ്കിൽ ബ്രെയിൻ എപ്പോഴും നിങ്ങളോട് ആവശ്യപ്പെടുക എങ്ങനെ പോവാനാ? ഇൻ എ വെഹിക്കിൾ, ഒരു വാഹനത്തിൽ പോവാനാണ് പറയുക. അപ്പോൾ ഇവിടെ ഓദർ കമ്പയർ ചെയ്യുന്നത് എന്താ? നമ്മൾ വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്, നടക്കാൻ വേണ്ടി നടക്കാൻ പോവാറുണ്ട്. അതായത് മോർണിംഗിൽ ഈവനിങ്ങിലൊക്കെ നമ്മൾ വെറുതെ എക്സസൈസിന് വേണ്ടി നടക്കാൻ പോവാറുണ്ട്. അതുപോലെ ചില പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നു പോവാറുണ്ട്. ഇപ്പോൾ ഷോപ്പിൽ പോവുക, സ്കൂളിൽ പോവുക, അങ്ങനെയൊക്കെ നടന്നു പോവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രത്യേക ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യും.
കാരണം ബ്രെയിൻ എപ്പോഴും ആവശ്യപ്പെടാറ് അങ്ങനെ ഒരു പ്രത്യേക സ്ഥലത്തിലേക്ക് പോവുകയാണെങ്കിൽ ആവശ്യപ്പെടുന്നത് ഒരു വെഹിക്കിളിൽ പോവാനാണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ പോയിന്റ് ഓഫ് ദിസ്. ഇറ്റ് വിൽ സെർവ് യു വെൽ എനഫ് അൺലെസ് യു ആർ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. നരേറ്റർ എന്താ പറയുന്നത്? നിങ്ങൾ നടക്കാൻ വേണ്ടിയല്ല പുറത്ത് പോകുന്നതെങ്കിൽ, അതായത് എക്സസൈസിന് വേണ്ടി വെറുതെ നടക്കാൻ പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിന് വർക്ക് ചെയ്യും, നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. അതായത് ചില പ്രത്യേക ലക്ഷ്യത്തിലേക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കടയിലേക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യും. നമ്മുടെ ഫുള്ള് ബോഡിയെ കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? ബ്രെയിൻ ആയിരിക്കും. It won't, while your legs are weighing with each other, do any deep thinking for you, nor even any close thinking. But it will do any number of small odd jobs for you willingly, provided that your legs also are making themselves useful, not merely bandying you about to gratify the pride of the soul. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുമ്പോൾ, അതായത് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് രണ്ട് ലെഗ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോഴാണ് നടക്കുക. ഇങ്ങനെ ലെഗ്സ് പരസ്പരം മത്സരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് വേണ്ടി ഒന്നും ചിന്തിക്കാൻ സാധിക്കില്ല. എന്നാൽ എന്ത് ചെയ്യും? പല ജോലികളും ഈ സമയത്ത് ബ്രെയിന് ചെയ്യും. എങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല രീതിയിലാണ് നടക്കുന്നതെങ്കിൽ, ഒരു ലക്ഷ്യത്തിലേക്കാണ് നടക്കുന്നതെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷോപ്പിലേക്ക് നമ്മൾ പോവുകയാണ്, ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്, ആ സമയത്ത് നമ്മുടെ ബ്രെയിന് നമ്മളെ എന്ത് ചെയ്യും? സംരക്ഷിക്കും, നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. അല്ലാതെ നമ്മൾ സോള് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചില വിഡ്ഢിത്തരങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അതായത് വെറുതെ നടക്കാൻ പോവുകയാണെങ്കിൽ, ആ സമയത്ത് നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യൂല എന്നുമാണ് ഓദർ ഇവിടെ പറയുന്നത്. സച്ച് ആസ് ഇറ്റ് ഈസ്, ദിസ് എസ്സേ വാസ് കമ്പോസ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് എ വാക്ക് ദിസ് മോർണിംഗ്. എന്നിട്ട് നരേറ്റർ പറയുന്നത്, അദ്ദേഹം ഈ എസ്സേ എഴുതുന്നത് ആ ദിവസം രാവിലെയും അദ്ദേഹം നടക്കാൻ പോയിട്ടുണ്ട്. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ ചിന്ത വരുന്നത്, ഈ എസ്സേനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ അദ്ദേഹം എഴുതുന്നത്, ഐ ആം നോട്ട് വൺ ഓഫ് ദോസ് എക്സ്ട്രീമിസ്റ്റ് ഹു മസ്റ്റ് ഹാവ് എ വെഹിക്കിൾ ടു എവറി ഡെസ്റ്റിനേഷൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, എല്ലാ ലക്ഷ്യത്തിലേക്കും വാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അതായത് ജീവിതത്തിൽ അദ്ദേഹം നടക്കാറുണ്ട്, നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ വെറുതെ നടക്കാൻ വേണ്ടി നടക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. അതാണ് പറയുന്നത്, ഐ നെവർ ഗോ ഔട്ട് ഫോർ മൈ വേ ആസ് ഇറ്റ് വേർ ടു അവോയ്ഡ് എക്സസൈസ്. അതുപോലെ എക്സസൈസ് ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുമല്ല, ആവശ്യത്തിനൊക്കെ എക്സസൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഐ ടേക്ക് ഇറ്റ് ആസ് ഇറ്റ് കംസ് ആൻഡ് ടേക്ക് ഇറ്റ് ഇൻ എ ഗുഡ് പാർട്ട്. ഒരു നല്ല രീതിയിൽ അത് ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പിന്നീട് എന്താ പറയുന്നത്, ദോസ് വെയിൽറ്റൂഡിനേറിയൻസ് ഹു ആർ ആൾവേസ് ചാറ്ററിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ഇൻഡൽജിങ് in it to excess are no reason for despising it. I am inclined to think that in moderation it is rather good for one physically. Then narrator പറയാണ്, നടക്കാൻ വേണ്ടി നടക്കുക, അതായത് എക്സസൈസൊക്കെ ജീവിതത്തിൽ വേണം, അതിഷ്ടപ്പെടുന്ന വ്യക്തിയുമാണ് നരേറ്റർ. അതുപോലെ നടത്തത്തെ എപ്പോഴും നിന്ദിക്കുന്ന, തള്ളിക്കളയുന്ന ഒരു വ്യക്തിയുമല്ല ഓദർ. ഫിസിക്കലായിട്ട് ചെറിയ രീതിയിലേക്ക് അത് പരിശീലിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതായത് മിതമായ രീതിയിൽ നടത്തം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഓദർ. ബട്ട് പെൻഡിങ് എ ടൈം വെൻ നോ പീപ്പിൾ വിഷ് മീ ടു ഗോ ആൻഡ് സീ ദം ആൻഡ് ഐ ഹാവ് നോ വിഷ് ടു ഗോ ആൻഡ് സീ എനി വൺ ആൻഡ് ദർ ഈസ് നത്തിങ് വാട്ട് എവർ ഫോർ മീ ടു ഡു ഓഫ് മൈ ഓൺ പ്രെമിസസ്, ഐ നെവർ വിൽ ഗോ ഔട്ട് ഫോർ എ വാക്ക്. പിന്നീട് അദ്ദേഹം എന്താ പറയുന്നത്, തനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം ചെയ്യാനില്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം നടക്കാൻ വേണ്ടി പുറത്തു പോകുന്നത്. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം നരേറ്റർ ഒരിക്കലും നടക്കാൻ പോവാറില്ല. അങ്ങനെ പോവാത്തതിന് കാരണം എന്താ? അദ്ദേഹം ചിന്തിക്കുന്നത് നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്നുള്ള ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന പോയിന്റ്, ഈ എസ്സേ എഴുതിയത് മാക്സ് ബീബോം ആണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഐഡിയ എന്ന് പറയുന്നത്, അദ്ദേഹം ഒരിക്കലും നടക്കാൻ പോകുന്നത് ഇഷ്ടപ്പെടുന്ന ആളല്ല, പക്ഷെ പലപ്പോഴും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഇദ്ദേഹം നടക്കാൻ പോവാൻ നിർബന്ധിതനാവും. ഇദ്ദേഹം നടത്തം ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ? അദ്ദേഹം ചിന്തിക്കുന്നത് നടക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് കറക്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.